എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചില സമയങ്ങളിൽ നമുക്കെന്തിനാ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത ദേഷ്യം വരുന്നതെന്നും അതിനു പിന്നിലെ സയൻസ് എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലേ. ദിവസം മുഴുവൻ ഓഫീസിലും പുറത്തും കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കാര്യത്തിനായിരിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. അതിനെ നമുക്ക് പ്രകൃതിയുടെ വിശപ്പ് അഥവാ നേച്ചർ ഹങ്കർ എന്ന് വിളിക്കാം. ദിവസം മുഴുവൻ ഓടി നടന്ന നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുറച്ച് സമാധാനവും വിശ്രമവും വേണമെന്ന് തോന്നുന്നൊരവസ്ഥയാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയോ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല. നമ്മുടെ എനർജി ടാങ്ക് കാലിയാവുന്നതുകൊണ്ടാണ്. ദിവസം മുഴുവൻ ഓടിത്തീരുമ്പോൾ നമ്മുടെ ഊർജ്ജമെല്ലാം തീർന്നുപോകില്ലേ? അതൊരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. വണ്ടിയിലെ പെട്രോൾ തീർന്നതുപോലെ തന്നെ. അപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. കാരണം ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺ മാറ്റങ്ങൾ വരും. അതിലൊന്നാണ് കോർട്ടിസോൾ. ഇതിനെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നും പറയാറുണ്ട്. ഈ കോർട്ടിസോളിന്റെ അളവ് കൂടും. അതോടൊപ്പം നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഭയവും ദേഷ്യവും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാഗമാണ്. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ അമിഗ്ഡാല ഓവർ ആക്റ്റീവ് ആകും. ഈ രണ്ടും കൂടെ ഒന്നിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ചോദ്യം. ഈ ഒരു മാനസികാവസ്ഥയിലുള്ള രണ്ടുപേർ, അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെയാണ് ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത്. രണ്ടുപേരും രണ്ട് സ്പീക്കേഴ്സായി മാറും. അതായത് രണ്ടുപേർക്കും അവരവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനേ താൽപ്പര്യമുണ്ടാവൂ. കേൾക്കാൻ ആരും തയ്യാറാവില്ല. രണ്ടുപേരും ഒരേ സമയം സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ വഴക്കാവുമല്ലോ. എന്നാൽ പേടിക്കണ്ട. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വഴിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നിങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുക. രണ്ടാമത്തത്, ഒരാൾ സംസാരിക്കാനും മറ്റൊരാൾ കേൾക്കാനും ബോധപൂർവം തീരുമാനിക്കുക. അതായത് ഒരാൾ ലിസണറാവുക. മൂന്നാമതായി, സംസാരിക്കുന്നയാളെ ഒരു തടസ്സവും കൂടാതെ അവരുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ അനുവദിക്കുക. ഇതൊരു ചെറിയ തീരുമാനമാണെങ്കിലും വലിയ മാറ്റമുണ്ടാക്കും. ഈ സ്ലൈഡിൽ ആ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് കാണാം. രണ്ടുപേരും സ്പീക്കറാകുമ്പോൾ അവിടെ വഴക്കും സംഘർഷവുമാണ് ഫലം. എന്നാൽ ഒരാൾ സ്പീക്കറും മറ്റൊരാൾ ലിസണറുമാകുമ്പോഴോ അവിടെ സമാധാനം വരുന്നു. കണ്ടില്ലേ? ആ റോളിലുണ്ടാക്കുന്ന ഒരു ചെറിയ മാറ്റം എത്ര വലിയൊരു വ്യത്യാസമാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ഈയൊരു ആശയം വെറുമൊരു ടെക്നിക്ക് മാത്രമല്ല, അതിന് ആഴത്തിലുള്ള ഒരു ആത്മീയ അടിത്തറ കൂടിയുണ്ട്. ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ ഉള്ളിലെ ഈ ഊർജ്ജത്തെയും വികാരങ്ങളെയും ശരിയായി മനസ്സിലാക്കിയാൽ സമാധാനപരമായ ഒരു ജീവിതം സാധ്യമാണെന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ അറിവ് ഉപയോഗിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളെ കൂടുതൽ സമാധാനമുള്ള, സന്തോഷമുള്ള ഒരിടമാക്കി മാറ്റിയാലോ? നമ്മൾ ഇതുവരെ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം, അല്ലേ? ഒന്നാമതായി, ദിവസാവസാനം നമുക്ക് തോന്നുന്ന ദേഷ്യം പ്രകൃതിയുടെ വിശപ്പ് കൊണ്ടാണ്. രണ്ടാമതായി, കോർട്ടിസോളും അമിഗ്ഡാലയുമാണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങൾ. മൂന്നാമത്തെ കാര്യം, 2 വക്താക്കൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇതിനുള്ള പരിഹാരം എന്താണ്? ഒരാൾ നല്ലൊരു ശ്രോതാവായി മാറുക. ഈ ഒരു ചെറിയ മാറ്റം മതി നമ്മുടെ വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണിത്. ഇന്ന് വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ റോൾ എന്തായിരിക്കും? ഒരു വക്താവിൻ്റെയോ അതോ ഒരു ശ്രോതാവിൻ്റെയോ? ഈ വിവരങ്ങളെല്ലാം ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ പുസ്തകങ്ങളെയും ആധുനിക ശാസ്ത്രീയ പഠനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.